പ്രശസ്ത നോവലിസ്റ്റ് അഗത ക്രിസ്റ്റിയുടെ ABC മർഡർ എന്ന നോവലിന്റെ കഥയുമായി സാദൃശ്യമുള്ള ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ ഒരു IPS ഓഫീസറായ ചന്ദ്രശേഖർ എന്ന കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് ഗ്രാൻഡ് മാസ്റ്റർ. ആ ചിത്രത്തിൽ നമ്മൾ കണ്ടതാണ് ആലീസ്, ബീന, ചന്ദ്രിക. അതായത് ഒരു അക്ഷരമാല ക്രമത്തിൽ ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി മാൻ ഓരോരോ പെൺകുട്ടികളെ കൊന്നൊടുക്കുന്നത്. ആ ചിത്രത്തിൽ എനിക്ക് ഒരു അക്ഷരമാല ക്രമം ഫോളോ ചെയ്യുന്ന ഒരു വില്ലൻ എന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഒരു നായകനെ വെല്ലുവിളിക്കുന്ന വില്ലൻ എന്ന കൺസെപ്റ്റാണ്. ഓരോ വട്ടവും നായകന് ലെറ്റർ എഴുതുന്ന ഒരു വില്ലൻ, ഓരോ വട്ടവും നായകനെ വെല്ലുവിളിക്കുന്ന ഒരു വില്ലൻ, അങ്ങനെ ഓരോ വട്ടവും വെല്ലുവിളിച്ച് സ്വയം ഇസഡ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ, ഒരു വില്ലൻ. എനിക്ക് ആ വെല്ലുവിളിയാണ് ശരിക്കും ആ സിനിമയിൽ വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയത്. ഒരു സിനിമയിൽ കാണുമ്പോൾ അത് വളരെ നന്നായി തോന്നുമെങ്കിലും ഒരു റിയൽ ലൈഫിൽ അങ്ങനെ ഒരു കില്ലർ ഇങ്ങനെ ചെയ്യുമോ? സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ ഒരു കാലത്ത് അമേരിക്കൻ പോലീസിനെ പ്രകോപിപ്പിച്ചും വെല്ലുവിളിച്ചും അതുപോലെ പരിഹസിച്ചും ഒരു സീരിയൽ കില്ലർ, സോഡിയ കില്ലർ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം SP ടോക്സിലൂടെ ആരാണ് സോഡിയ കില്ലർ. 1968 ഡിസംബർ 20 ബെറ്റി ജെൻസൺ, ഡേവിഡ് ഫാരഡെ എന്ന യങ് കപ്പിൾ ലവേഴ്സ് ലേക്കിലേക്ക് പോകുന്നു. അവരുടെ ഫസ്റ്റ് ഡേറ്റ് ആഘോഷിക്കാൻ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിനടുത്തേക്ക് ഒരാൾ ചെല്ലുന്നു. ഒരു ഹെഡ് ഷോട്ടിലൂടെ ഡേവിഡ് ഫാരഡെ അയാൾ വകവരുത്തുന്നു. പേടിച്ചരണ്ട പെൺകുട്ടി കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നു. അവളെ പിന്നിൽ നിന്ന് അയാൾ വെടിവെക്കുന്നു, അതും 5 വട്ടം. അങ്ങനെ അവളെ വകവരുത്തുന്നു. ഈ സംഭവത്തിന് 5 വർഷം മുമ്പ് 1963 ഇതുപോലെ തന്നെ ഒരു സംഭവം നടന്നിരുന്നു. ഹൈസ്കൂൾ ലവേഴ്സായ റോബർട്ട് ഡിമിംഗോസും ലിൻഡ എഡ്വേർഡ്സും ഇതുപോലെ പൈശാചികമായാണ് കൊല്ലപ്പെട്ടത്. ഗാവിയോട്ട സ്റ്റേറ്റ് പാർക്ക് കാലിഫോർണിയയിൽ പോയ ഇവർ ഏറെ നേരമായി തിരിച്ചെത്തിയില്ല. ഡിമിംഗോസിന്റെ പിതാവ് അന്വേഷിച്ചിറങ്ങുകയായിരുന്നു. അദ്ദേഹം കണ്ടത് രണ്ടുപേരുടെയും ശവശരീരമാണ്. എന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിൽ സോഡിയ കാണുന്നുള്ള കാര്യത്തിൽ തെളിവുകളൊന്നുമില്ല. അടുത്ത കൺഫേം ചെയ്യപ്പെട്ട കൊലപാതകം 1969 22 വയസ്സുള്ള ഡാർലിൻ ഫാരനും 19 വയസ്സുള്ള മൈക്കിൾ മഗുവുമാണ് കൊല്ലപ്പെട്ടത്. ഇവർ രണ്ടുപേരും വലേഹു എന്ന സ്ഥലത്തെ ബ്ലൂ റോക്ക് സ്പ്രിംഗ് പാർക്കിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. നിർത്തിയിട്ടിരിക്കുന്ന കാറിലേക്ക് ഒരു അജ്ഞാതൻ വരികയും നിറയൊഴിക്കുകയുമായിരുന്നു. രണ്ടുപേരും തൽക്ഷണം മരിച്ചു. ഇവിടം തൊട്ടാണ് വെല്ലുവിളിയുടെ തുടക്കം. രണ്ടുപേരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് സോഡിയ ചെല്ലുന്നു. ഈ രണ്ടുപേരെയും കൊന്നത് ഞാൻ തന്നെയാണ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെ 2 കൊലപാതകങ്ങൾ ചെയ്തതും ഞാൻ തന്നെയാണ്. ഡേവിഡിന്റെയും അദ്ദേഹത്തിന്റെ കാമുകിയുടെയും കാര്യമാണ് ആ സമയത്ത് സോഡിയക്ക് ഉദ്ദേശിച്ചത്. ബ്രയാൻ ഹാർണൽ, സിസിലിയ ഷെപ്പേർഡ്, അവരിരുവരും കാലിഫോർണിയയിൽ ഒരു തടാകത്തിൽ ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ എത്തിയതാണ്. അവരുടെ അടുത്തേക്ക് ഒരു ഹുഡഡ് കോസ്റ്റ്യൂം, നമുക്ക് ഹൂഡീസ് എന്തെന്നറിയാം അല്ലേ, അതൊരു ഹുഡഡ് കോസ്റ്റ്യൂം ധരിച്ച ഒരാൾ എത്തുന്നു. ഈ കോസ്റ്റ്യൂമിൽ ഒരു സിംബൽ ഉണ്ട്. ആ സിംബലാണ് പിന്നീടുള്ള പല കാര്യങ്ങൾക്കും ഈ സോഡിയ ഉപയോഗിച്ചത്. ഒരു പക്ഷേ ആ സിംബൽ അയാൾ നേരത്തെ കണ്ടെത്തിയതാവാം. താൻ ഒരു ജയിൽ ചാടിയവനാണെന്നും തന്നെ സഹായിക്കണമെന്നും പറഞ്ഞാണ് തുടക്കത്തിൽ ഇവരുടെ അടുത്തേക്ക് ഇയാൾ എത്തുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം കയ്യിലിരിക്കുന്ന ഒരു കയർ ഉപയോഗിച്ച് അവരിരുവരെയും ഇയാൾ ബന്ധനസ്ഥനാക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന ആളിനെ 6 വട്ടം കുത്തി പരിക്കേൽപ്പിക്കുന്നു. പെൺകുട്ടിയാകട്ടെ 10 വട്ടം കുത്തുന്നു. അതിനുശേഷം നേരെ ഇവർ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാറിലേക്ക് കയറി ഒരു മാർക്കർ പെയിൻ ഉപയോഗിച്ച് നേരത്തെ നടത്തിയ കൊലപാതകങ്ങളെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻ, അതായത് അവിടെ പോലീസ് എത്തുമെന്ന് ഇദ്ദേഹത്തിന് ഉറപ്പാണ്. അപ്പോൾ പോലീസ് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഇൻഫർമേഷൻ എഴുതിയിടും. പെൺകുട്ടി ദൗർഭാഗ്യവശാൽ മരണപ്പെട്ടു, എന്നാൽ ഇദ്ദേഹം രക്ഷപ്പെട്ടു.
എന്നാൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും പോലീസിനോ പിന്നീട് ആരോടോ പറയാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അന്ന് അദ്ദേഹം അനുഭവിച്ച ആ ഒരു കേസ് അത്ര ഭയാനകമായ ഒരു കാര്യമായിരിക്കാം. അതുപോലത്തെ ഒരു അവസ്ഥയുടെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം കടന്നുപോയത്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അടുത്ത കൊലപാതകം നടന്നു. ഇത്തവണ 28-കാരനായ പോൾ സ്റ്റീൻ എന്ന ക്യാബ് ഡ്രൈവറാണ് മരണപ്പെട്ടത്. ക്യാബ് ഓടിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ പിൻ സീറ്റിലിരുന്ന് സോഡിയാക് വെടിവെക്കുകയായിരുന്നു, അതും തലയ്ക്ക്. അദ്ദേഹം മരണപ്പെട്ടു. എങ്കിലും സോഡിയാക്കിനെ പിടിക്കാനുള്ള ആദ്യത്തെ തുമ്പ് കിട്ടിയത് ഈ ഒരു കേസിലൂടെയാണ്. കാരണം ഈ സംഭവം നടക്കുന്നതിനോട് അനുബന്ധിച്ച് തന്നെ പോലീസ് അവിടെ എത്തി. അല്പത്തിനാണ് രക്ഷപ്പെട്ടത്. പക്ഷെ ഇതുപോലൊരാൾ ഓടി രക്ഷപ്പെടുന്നതിനെ പറ്റി കുറച്ച് ആൾക്കാർ കണ്ടിരുന്നു, വിറ്റ്നസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ബേസ് ചെയ്ത് എങ്ങനെയായിരിക്കും ഈ പറയുന്ന കൊലപാതകി അല്ലെങ്കിൽ സോഡിയാക് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഇൻഫർമേഷൻ പോലീസിന് കിട്ടിത്തുടങ്ങി. ഒരു കണ്ണട ധരിച്ച ആളാണെന്നും ഇതുപോലൊരു ഹുഡഡ് കോസ്റ്റ്യൂം ധരിച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ എല്ലാം കിട്ടിത്തുടങ്ങി. ചുരുക്കത്തിൽ ഏതാണ്ട്, അതായത് വെറുതെ ഇരുട്ടിൽ തപ്പാതെ എന്താണ് അല്ലെങ്കിൽ ആരെയാണ് തങ്ങൾ തപ്പാൻ പോകുന്നതിനെ പറ്റി ഒരു ഇൻഫർമേഷൻ ശരിക്കും പോലീസിന് അന്നാണ് കിട്ടിത്തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെയാണ് വെല്ലുവിളിയുടെ രണ്ടാം ഭാഗം തുടങ്ങുന്നത്. സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾ എന്ന ന്യൂസ് പേപ്പറിന്റെ ഓഫീസിലേക്ക് ഒരു ലെറ്റർ എത്തുന്നു. സോഡിയാക്കിന്റെ വക. താനാണ് ആ ക്യാബ് ഡ്രൈവറെ കൊന്നത്. ഇത് വിശ്വസിക്കാൻ അല്ലെങ്കിൽ വിശ്വാസം ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോൾ സ്റ്റീൻ ഉപയോഗിച്ച ഷർട്ട്, അതായത് ചോരക്കറ പുരണ്ട ആ ഷർട്ട്, അതിലൊരു ഭാഗം മുറിച്ചെടുത്ത് ഒരു ലെറ്ററിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് അയച്ചു കൊടുത്തു. സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾ, സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ, വലേഹോ ടൈംസ് തുടങ്ങിയ പ്രമുഖ പത്രങ്ങളിലേക്കെല്ലാം ഒരു പുതിയ സംഭവം എത്തുകയാണ്. അതാണ് കളിയുടെ അടുത്ത ഘട്ടമായി സോഡിയാക് കണ്ടത്. ഇതിനെയാണ് നമ്മൾ സൈഫർ എന്ന് പറയുന്നത്. നമ്മൾ ക്രിപ്റ്റോഗ്രാം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് സൈഫർ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജിനെ ഒരു നോർമൽ ലാംഗ്വേജിൽ അല്ലാതെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അയക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു നോട്ടത്തിൽ കാര്യങ്ങൾ മനസ്സിലാവാത്ത രീതിയിൽ അയക്കുന്നതിനാണ് ഈ പറയുന്ന സൈഫർ, അതുപോലെ ക്രിപ്റ്റോഗ്രാം പോലത്തെ കാര്യങ്ങളായിട്ടൊക്കെ പറയാം. ഇങ്ങനെ ഈ രീതിയിൽ സോഡിയാക് ഇങ്ങനെ പത്രങ്ങളിലേക്കെല്ലാം ഓരോരോ സൈഫറുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ ഉപയോഗിച്ചിരുന്നത് സിംബലുകളും ആൽഫബറ്റുകളുമാണ്. പത്രങ്ങൾക്ക് ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലും ഒരുപാട് സൈഫറുകൾ എത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു സൈഫറിൽ, ഒരു ലെറ്ററിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഓരോ തൊട്ടിങ്ങനെ അദ്ദേഹം എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇദ്ദേഹം ഒരു കൊടും കുറ്റവാളിയാണ്. അയാൾ പറയുകയുണ്ടായി, ഈ ലെറ്ററിൽ എൻ്റെ പേരുണ്ടാവും എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതി. ഒരുപാട് പേര് അതിന്റെ പിന്നിൽ ശ്രമിച്ചു, എങ്ങനെയെങ്കിലും ഇത് ഡീകോഡ് ചെയ്തെടുക്കണം, ഇതിനകത്ത് ആരാണെന്ന് മനസ്സിലാകണം. വേറൊരു ലെറ്ററിൽ അയാൾ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ പേര് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അങ്ങനെ ചുരുക്കത്തിൽ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ, ഒരുപാട് പറ്റിക്കുന്ന രീതിയിലേക്കാണ് ഇയാൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇയാൾ തന്നിരിക്കുന്ന ഓരോരോ മെസ്സേജുകൾ ഇങ്ങനെ ഓരോരുത്തരും വായിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇത് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഇയാൾ ഒരിക്കൽ അയച്ച ഒരു സൈഫർ എക്സ്പേർട്ടുകൾ ഡീകോഡ് ചെയ്തെടുക്കാൻ ശ്രമിച്ചു. അതിലെ വാചകം ഇങ്ങനെയാണ്: ഞാൻ മരിച്ച് സ്വർഗത്തിൽ പുനർജനിക്കും, അപ്പോൾ ഞാൻ കൊന്ന ആൾക്കാരെല്ലാം എൻ്റെ അടിമകളാകും എന്നാണ് അയാൾ അതിൽ കുറിച്ചിരുന്നത്. സോഡിയാക് അയച്ച 340 ക്യാരക്ടറുള്ള ഒരു സൈഫർ ഇപ്പോഴും എക്സ്പേർട്സിന് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ കിടപ്പുണ്ട്, പൂർണ്ണമായി ക്രാക്ക് ചെയ്യാൻ പറ്റാതെ. അതുപോലെ അന്ന് സൈഫറുകൾ അയച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാലയളവിൽ ക്രോണിക്കിളിന്റെ റിപ്പോർട്ടറായ പോൾ എവരി എന്ന ആൾക്ക് ഒരു ലെറ്റർ വന്നു. അതിൽ ഭീഷണിയായിരുന്നു. അത് ഒരുപാട് അദ്ദേഹത്തെ മാനസികമായി അഫക്റ്റ് ചെയ്യും, അദ്ദേഹം പോലീസിനെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. 1974 സോഡിയാക്കിന്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ അവസാനമായി പോലീസിന് കിട്ടുന്നത്. അതിൽ എഴുതിയിരുന്നത് കൊലപാതകങ്ങളെ പറ്റിയൊന്നും ആയിരുന്നില്ല. എക്സോർസിസ്റ്റ് എന്ന ഹൊറർ പടം ഒരു കോമഡി പടമായിട്ടാണ് അയാൾക്ക് തോന്നുന്നത് എന്നാണ് അതിൽ എഴുതിയിരുന്നത്, അത്രമാത്രം. അതിൽ എപ്പോഴും സോഡിയാക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിംബലുമുണ്ട്. ആ സിംബലിനെ പറ്റി കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. അതിനുശേഷം ലെറ്ററുകൾ ഇല്ലാണ്ടായി. എന്തുകൊണ്ട് സോഡിയാക് കില്ലർ പിടിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ ഒരു പിടികിട്ടാ പുള്ളിയായി?
ഒരുപാട് ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ട്. പലരും വിശ്വസിക്കുന്നത് പോലീസിന് വേണ്ടത്ര തെളിവുകളില്ല, എന്നാൽ ആള് ആരാണെന്ന് അറിയാം എന്നാണ് പറയുന്നത്. ആർതർ ലീ അലൻ എന്ന ആളാണ് പ്രൈം സസ്പെക്റ്റായി കണക്കാക്കപ്പെട്ടത്. റോബർട്ട് ഗ്രേസ്മിത്ത് എന്ന സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളിലെ കാർട്ടൂണിസ്റ്റ് ഒരു പുസ്തകം എഴുതുകയുണ്ടായി. സോഡിയാക് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആർതർ ലീ അലൻ എന്ന ആളാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നാണ്, അല്ലെങ്കിൽ അയാളാണ് സോഡിയാക് കില്ലർ എന്നാണ് പറയുന്നത്. ലെറ്റേഴ്സിലെ ഹാൻഡ് റൈറ്റിംഗിൽ തമ്മിൽ മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. അതുപോലെ DNA പരിശോധിച്ച സമയത്ത് സോഡിയാക്കിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് എന്ന രീതിയിൽ വന്നിരിക്കുന്ന ലെറ്റേഴ്സിലൊന്നും DNA മാച്ച് ആയിട്ടില്ല. അതായത് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തി, ഒന്നുപോലെയല്ല മറ്റൊന്നിൽ കണ്ടത്. 1992 ആർതർ ലീ അലൻ സ്വന്തം വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരുപാട് പേരെ സംശയിക്കാം ഈ കാര്യത്തിൽ. റിച്ചാർഡ് ഗെക്കോസ്കി എന്ന ഡയറക്ടർ ഈ കൂട്ടത്തിൽ ഒരാളാണ്. സോഡിയാക്കിൻ്റെത് എന്ന രീതിയിൽ വരച്ചെടുത്ത ആ ചിത്രം, അതുമായി വളരെ സാദൃശ്യമുള്ള ആളാണ് റിച്ചാർഡ് ഗെക്കോസ്കി. അദ്ദേഹം മെന്റലി അൺസ്റ്റേബിളുമായിരുന്നു. ഏൾ വാൻ ബെസ്റ്റ് ജൂനിയർ ആയിരുന്നു സസ്പെക്ട് നമ്പർ 3. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ മുഖവും ഈ പറയുന്ന സ്കെച്ചുമായിട്ട് നല്ല സാദൃശ്യമുള്ളതായിരുന്നു. അതുപോലെ തന്നെ 1-2 സൈഫറുകളിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാനസിക നില തെറ്റിയ ലോറൻസ് കെയ്ൻ എന്ന ആളുടെ പേരും ഈ സൈഫറുകളിൽ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കൂടെയാണ് ഒരു വിക്ടിം പഠിച്ചത്. വേറൊരു സസ്പെക്റ്റ് ആണ് റോസ് സള്ളിവൻ. സോഡിയാക്കിനെ കണ്ടു എന്ന് പറയുന്ന പല വിറ്റ്നസസ് ഉണ്ട്. ഹൈറ്റിന്റെ പേര് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റിന്റെ കേസിൽ സാദൃശ്യം തോന്നിയത്, അല്ലെങ്കിൽ സോഡിയാക്കുമായിട്ട് സാദൃശ്യം തോന്നിയത് ഈ റോസ് സള്ളിവന്റെ കാര്യമാണ്. ഇദ്ദേഹത്തിനും മാനസികമായിട്ടുള്ള തകരാറുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തേതുപോലുള്ള പ്രോപ്പർ ഫോറൻസിക് ടെക്നോളജിയോ അല്ലെങ്കിൽ CCTVയുടെ സൗകര്യമോ ഒന്നും പണ്ടുണ്ടായിരുന്നില്ല. ഈ കൊലപാതകങ്ങളെല്ലാം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും 2018 വരെ ഈ മിസ്റ്ററി മാൻ ആരാണെന്നുള്ളതിനെ പറ്റിയുള്ള പ്രോപ്പർ അന്വേഷണം ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ടായിരുന്നു. ഈ പിടിച്ച ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇതിന് പുറത്തുള്ള ഒരാളോ? ഇപ്പോഴും ദുരൂഹതകൾ ഏറെയാണ്, സംശയങ്ങൾ. ആരായിരിക്കാം അന്നത്തെ കാലത്ത്? നമ്മൾ മുമ്പേ കണ്ടു കുറെ പേരുടെ പേര് ഇതിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ 2500-ൽ പരം ആൾക്കാരെയാണ് ഓരോ സമയത്തും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സസ്പെക്റ്റായി വെച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള ഒരു സോഡിയാക്ക്, അല്ലെങ്കിൽ ആ പ്രോപ്പർ സോഡിയാക്ക് കില്ലറിനെ ഇപ്പം സത്യത്തിൽ പിടിക്കപ്പെട്ടോ അതെ ആ മനുഷ്യൻ? അതോ ഇപ്പോഴും അയാൾ ജീവനോടുകൂടി ഉണ്ടോ? ഒരറിവുമില്ല. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റിലേക്ക് ഒരാളും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ സോഡിയാക്ക് എന്ന് പറയുന്നത്. എവിടെയോ മറിഞ്ഞിരിക്കുന്ന ഒരു അജ്ഞാതനായിട്ട് ഇയാൾ ഇപ്പോഴും കാണും എന്ന് തന്നെയാണ് പലരുടെയും വിശ്വാസം. ഇത്തരം സീരിയൽ കില്ലേഴ്സ് നിയമത്തിന്റെ മുന്നിലെത്തി അവർക്ക് തീർച്ചയായും നല്ല കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും ഈ വീഡിയോ കാണുക, ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ സേഫ്. താങ്ക് യു സോ മച്ച്.